സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ കെപിസിസിയുടെ ആഹ്വാനപ്രകാരം വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തങ്കം ജംഗ്ഷനിൽ നിന്ന് ജാഥ ആരംഭിച്ചു. വടക്കഞ്ചേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡിസിസി സെക്രട്ടറി ഡോക്ടർ അർസലിൻ നിസാം ഉദ്ഘാടനം ചെയ്തു. ഭാര്യയ്ക്ക് ആ പട്ടുസാരിയും വാച്ചും കമ്മലും എല്ലാം സ്വർണത്തിന്റെ കൊടുത്തയക്കാം, എന്നിട്ട് കത്തിന്റെ അവസാനം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറ്റുന്ന സമയത്ത് കൊടുത്തയക്കാം. ഇത് ഫസ്റ്റ് നമ്മളിങ്ങനെ വായിക്കുമ്പോ കേൾക്കുമ്പോ നല്ല രസം. ഇതേപോലെ ബഡ്ജറ്റിൽ ഇങ്ങനെ വകയിരുത്തുകയാണ്. മറ്റേ പദ്ധതിക്ക് 100 കോടി, മറിച്ച പദ്ധതിക്ക് 200 കോടി, കുടുംബശ്രീക്ക് 500 കോടി, പാവപ്പെട്ടവർക്ക് 1000 കോടി, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 2000 കോടി. കൊറോണ വന്നു, കൊറോണയ്ക്ക് ഒരു പാക്കേജാണ് 20,000 കോടി. ഈ ഉളുപ്പ് കെട്ടന്മാരെ, നാണമില്ലാത്തമാരെ, ഒരു സാധനം കടമായി നമ്മൾ ചോദിച്ചാൽ പിന്നെ തരാന്ന് പറഞ്ഞ് പോണ കുറെ ആൾക്കാരുണ്ട്. അതുപോലെ പിന്നെ ചെയ്യാ എന്റെ കയ്യിൽ ഇത് കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ് ഒരിക്കലും കിട്ടാത്ത സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന മണ്ടൻ പദ്ധതികളുമായിട്ടാണ് ഈ ബാലഗോപാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ഇല്യാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അമ്പിളി മോഹൻദാസ്, റെജി കെ മാത്യു, ബാബു മാധവൻ, VH ബഷീർ, ശിവരാമകൃഷ്ണൻ, PK നന്ദകുമാർ, സി മുത്തു, ദേവദാസ്, മറ്റംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു.